ഹലോ മക്കളെ, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളെല്ലാം വളരെ ആവേശത്തോടെ നിങ്ങൾ എഴുതാറുമുണ്ട് അല്ലേ? ഈ വളരെ ആവേശത്തോടെ നിങ്ങൾ എഴുതാറുള്ള ഒരു ചോദ്യം ആണ് കത്തെഴുതുക. അപ്പോൾ പലതരത്തിലുള്ള കത്തുകളുണ്ട്. സുഹൃത്തിന് കത്തെഴുതും പോലെയല്ല നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരാവശ്യം പറഞ്ഞുകൊണ്ട് കത്തെഴുതുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങളുടെ സുഹൃത്തിന് ഒരു സ്വപ്നം കണ്ടതിനെക്കുറിച്ച്, നിങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് സുഹൃത്തിന് ഒരു കത്തെഴുതണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതണം സ്ഥലം, അതുപോലെ തീയതി. പ്രിയപ്പെട്ട പാറുവിന്, പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പേരല്ലേ. എന്നിട്ട് നിനക്ക് സുഖം തന്നെയാണെന്ന് കരുതുന്നു. ഞാൻ ഈ കത്ത് എഴുതുന്നത് സ്വപ്നത്തെക്കുറിച്ച്, ഞാൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് നിന്നോട് പറയാനാണ്. പിന്നെ ആ സ്വപ്നത്തെക്കുറിച്ചൊക്കെ വിവരിച്ച് അവസാനം നമ്മൾ എഴുതുക. ഇനി നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് എനിക്കും എഴുതുമല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. എന്ന് സ്വന്തം. എന്നാൽ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റിന് സ്കൂളിലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട്, ഓഗസ്റ്റ് 15 പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഒരു കത്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണോ എഴുതേണ്ടത്? പ്രിയപ്പെട്ട എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലേ. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ എഴുതുക, സ്ഥലം എഴുതുക, തീയതി എഴുതുക, അതുപോലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് അല്ലേ, ഇന്ന കാര്യം സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ദിവസം ഇത്ര മണിക്ക് അങ്ങയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ കത്ത് അവസാനിപ്പിക്കാം. ഒപ്പം എന്ത് വേണമെന്നറിയോ? നിങ്ങൾ ആർക്കാണ് കത്ത് എഴുതുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റിനല്ലേ. അപ്പോൾ ആ കത്ത് സ്വീകരിക്കേണ്ട ആള് സ്വീകർത്താവാണ് അല്ലേ. അപ്പോൾ സ്വീകർത്താവ് എവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ കോഴിക്കോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം, നിങ്ങളുടെ നാട്, എൻ്റെ നാട് ഇപ്പോൾ മേപ്പയൂർ ആയതുകൊണ്ട് മേപ്പയൂർ എന്ന് ഞാൻ എഴുതും. അതുപോലെ ആരാണ് കത്തെഴുതുന്നത്? പ്രേക്ഷിതാവ് അല്ലെങ്കിൽ പ്രേക്ഷിതൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. ഇപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും, ഇപ്പോൾ 7ാം ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ എഴുതുക അശ്വതി 7A GVHSS ഇന്ന സ്ഥലം, സ്കൂളിൻ്റെ പേര്. അങ്ങനെയാണ് നമ്മൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററും അതുപോലെ നിങ്ങളുടെ സുഹൃത്തിന് എഴുതുന്ന ലെറ്റർ, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു അല്ലേ. അപ്പോൾ 2 കത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുക. 5 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത്തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് എഴുതുക.